സംഘപരിവാർ സൈദ്ധാന്തികൻ എന്നൊക്കെ മാധ്യമങ്ങളൊക്കെ തന്നെ നേരത്തെ എഴുതി കാണിച്ചിട്ടുള്ള അറിയപ്പെട്ടിരുന്ന ഒരാളാണ് ടി മോഹൻദാസ് എന്ന് പറയുന്ന ഒരാൾ. നമുക്കെല്ലാം അറിയാം, അദ്ദേഹം വർഗീയ വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകൾ നിരവധി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ പ്രസ്താവന കൂടി നടത്തിയിരുന്നു. ആ പ്രസ്താവന CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി, നമുക്കറിയാം, ജന്തർ മന്ദറിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭം വലിയ വിജയമാണ് ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ അധികാരത്തിൻ്റെ ദന്തഗോപുരങ്ങളൊക്കെ തന്നെ നടുങ്ങി വിറക്കുകയും നരേന്ദ്രമോദി രാത്രി 12 മണിക്ക് വന്നിട്ട് ചില ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഇടുകയും ആ വീഡിയോസിൻ്റെ ഒന്നും ബലത്തിൽ ഈ സമരത്തെ പിൻവലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കൂടാതെ പോലീസ് നടപടികളുണ്ടായി, പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചു, AK-47 ഉപയോഗിച്ചു. പക്ഷേ എന്നിട്ട് പോലും രാജ്യം കത്തുന്ന വലിയ പ്രതിഷേധ കൊടുങ്കാറ്റുണ്ടായി. ആ കൊടുങ്കാറ്റിൻ്റെ ഒടുവിൽ അവരുടെ എല്ലാ ഡിമാൻഡുകളും തന്നെ അംഗീകരിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ അംഗീകരിച്ചതിനിടയിൽ ചില കള്ളക്കളികളൊക്കെ തന്നെ കളിച്ചിരുന്നു. ഇപ്പോൾ സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രിമാർ നിരന്തരമായി അവിടെ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കുകയും, പക്ഷെ അവസാനിപ്പിച്ച വിവരവും ഫോട്ടോയും ഒന്നും പുറത്ത് വിടരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോലും ആ സമരം തീരുന്നതിന് മുമ്പ് തന്നെ ആ ഫോട്ടോയും ഒക്കെ പുറത്തു വിട്ടു. പക്ഷേ ഇതൊന്നും കൊണ്ട് കാര്യമുണ്ടായില്ല. കാരണം പ്രതിഷേധത്തിനൊടുവിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ചരിത്രത്തിൽ ആദ്യമായി BJP സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് മുട്ടുമടക്കേണ്ടി വന്നു. അതിനു മുമ്പ് ചെറിയൊരു പിൻവാങ്ങലുണ്ടായത് അത് കർഷക സമരത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഇവിടെ അത്രയൊന്നും നീണ്ടു നിന്നില്ല. കാരണം നീണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. പ്രക്ഷോഭം യഥാർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ഈ പ്രക്ഷോഭത്തിലെ മഹാവിജയം യഥാർത്ഥത്തിൽ BJPക്കാരെയൊക്കെ തന്നെ വളരെ അക്ഷമരാക്കി എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടിയായിപ്പോയി, നാണക്കേടായിപ്പോയി, മോദി കീഴടങ്ങി എന്നൊക്കെയുള്ള തോന്നൽ അവർക്ക് പോലും ഉണ്ടായി. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം CJPയുടെ ഫോളോവേഴ്സൊക്കെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്ന് പറയുന്ന ഒരു വ്യാജ പ്രചരണം നടത്തി. പിന്നെ കൂടാതെ ജോർജ് സോറോസിൻ്റെ ഫണ്ടും അമേരിക്കയുടെ ഇടപെടലുമടക്കം നിരവധി പല സാധാരണ ഉപയോഗിക്കുന്ന രാജ്യത്തിനെതിരാണ്, രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന പ്രചരണമൊക്കെ തന്നെ നടത്തി. പക്ഷേ ഈ പ്രചരണങ്ങൾക്കൊന്നും ഫലം കണ്ടില്ല. പകരം CJPയും അതുപോലെ തന്നെ അഭിജിത് ദീപ്കയും പോലെയുള്ള ആളുകളും അവരോടൊപ്പം ആദ്യം മുതലേ കൂടുന്ന SFI പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ ഐസ പോലെയുള്ള പ്രസ്ഥാനങ്ങളുമൊക്കെ അടിയുറച്ചു നിൽക്കുകയും ഏറ്റവും ഒടുവിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ സമരം വിജയം കാണുകയും കേന്ദ്ര ഗവൺമെൻറ് എല്ലാത്തിൽ നിന്നും പുറകോട്ട് പോകേണ്ടി വരികയും ചെയ്തു. അത് കഴിഞ്ഞിട്ടും ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിച്ച നിയമങ്ങളൊക്കെ തന്നെ കർശനമായി നടപ്പാക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും വലിയ പ്രക്ഷോഭത്തെ ഭയന്ന് BJP സംസ്ഥാന ഗവൺമെൻറ്റുകളെല്ലാം അവർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകളൊക്കെ തന്നെ പിൻവലിച്ചു. ഇങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഒരു RSS അനുകൂല ചിന്തകൻ എന്നറിയപ്പെടുന്ന വലതുപക്ഷ ചിന്തകനായിട്ടുള്ള നമ്മുടെ ടി മോഹൻദാസ്, അദ്ദേഹം വളരെ മോശപ്പെട്ട വിഷം തുപ്പുന്ന ചില പരാമർശങ്ങൾ നടത്തിയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ അദ്ദേഹം ആദ്യം നടത്തിയ പരാമർശം എന്ന് പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട് പ്രശ്നം പരിഹരിക്കാൻ, അതിൽ നരേന്ദ്രമോദി ഇപ്പോൾ പിൻവാങ്ങിക്കൊണ്ട് പരിഹരിച്ചു. പക്ഷേ അങ്ങനെയല്ല, ഞാനായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ വെടിവെക്കാൻ ഒരു കർഫ്യൂ പ്രഖ്യാപിക്കുമായിരുന്നു, ആളുകളോട് പിരിഞ്ഞു പോകാൻ പറയുമായിരുന്നു, അതിനുശേഷം ഞാൻ വെടിവെക്കാൻ ഉത്തരവിടുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെടിവെക്കാൻ ഉത്തരവിട്ടതിന് ശേഷവും അപ്പോൾ കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, അവരെ പെറുക്കിയെടുത്ത് മാറ്റും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ പ്രസ്താവന മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, പെറുക്കിയെടുത്ത് മാറ്റും, എന്നിട്ട് എന്ത് ചെയ്യും, ശവങ്ങളൊക്കെ പെറുക്കി ഹോസ്പിറ്റലിൽ എത്തിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് തന്നെ അങ്ങേയറ്റ പ്രകോപനപരമായ വൃത്തികെട്ട പരാമർശമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇതിനുശേഷം അദ്ദേഹം മറ്റൊരു വീഡിയോയിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വന്ന സ്ത്രീകളെക്കുറിച്ചൊക്കെ തന്നെ വളരെ മോശപ്പെട്ട പരാമർശം നടത്തി. ആ മോശപ്പെട്ട പരാമർശം എന്ന് പറയുന്നത്, അവിടെ വരുന്ന സ്ത്രീകൾ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ഡിമാൽ ഗുണ്ടന്മാരാണെന്നും അവർ ഒക്കെ തന്നെ കൂട്ടബലാത്സംഗങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നും, അങ്ങനെ കൂട്ടബലാത്സംഗമൊക്കെ അവിടെ നടന്നാൽ ഒരു പരാതിയും ഉണ്ടാവില്ല, കാരണം ഇവർക്കൊക്കെ അത് ഇഷ്ടമാണെന്നും, അത് കൂട്ടബലാത്സംഗത്തിനിടക്ക് മരിച്ചു പോകുന്നവർ ഇവർ രക്തസാക്ഷികളാക്കുമെന്നും പറയുന്ന വളരെ മോശപ്പെട്ട പല പരാമർശങ്ങളുണ്ടായി. ആ പരാമർശങ്ങൾ നടത്തിയത് ഒരു ഇൻ്റർവ്യൂവിലൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പത്രിക എന്ന് പറയുന്ന ചാനലിലാണ്. ചില ആളുകളൊക്കെ ഇപ്പോൾ ഇരുന്ന് മെഴുകുന്നുണ്ട് ഇത് ഇൻ്റർവ്യൂവിലാണെന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയല്ല. അപ്പോൾ അതിനുശേഷം അതിനെതിരെ വ്യാപകമായിട്ടുള്ള പരാതി വന്നു. കഴിഞ്ഞ 27-ാം തീയതി തന്നെ പരാതി വന്നു. AIYFൻ്റെ TT ജിസ്മോൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ പരാതി കൊടുത്തു. കൂടാതെ നിരവധി വനിതാ അഡ്വക്കേറ്റ്സ് ഒക്കെ തന്നെ പരാതി കൊടുത്തു. കൂടാതെ SDP-യുടെ ഒരു നേതാവും പരാതി കൊടുത്തു. ആ SDP-യുടെ നേതാവിൻ്റെ പരാതിയിൽ ഇന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കേരള സൈബർ പോലീസ് പരാതി കിട്ടി.
ഈ പരാമർശം നടത്തി ഏതാണ്ട് 11 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് 2.5 മണിക്കൂർ എടുത്ത് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. ഈ ജാമ്യം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു SDPI നേതാവിൻ്റെ പരാതിയിലാണ് ഈ കേസെടുത്തത്. SDPI നേതാവിൻ്റെ പരാതിയിൽ ഏറ്റവും കൃത്യമായി പരാമർശിക്കപ്പെട്ട വളരെ കൃത്യമായി പരാമർശിക്കപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ആളുകളെ വെടിവെച്ച് കൊല്ലും എന്നുള്ളതും അവരുടെ ശവങ്ങൾ പെറുക്കി മാറ്റും എന്നുള്ളതുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ടതും ഊന്നൽ കൊടുത്തതും അതൊക്കെ തന്നെയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള വകുപ്പുകളൊക്കെ തന്നെയാണ്. അതായത് BNS-IT ആക്ടിലെ BNS-IT ആക്ടിലെയും അതുപോലെ കേരള പോലീസ് ആക്ടിലെയും ഒക്കെ വകുപ്പുകളാണ് ചേർത്തത്. അത് 182, 353, 1 തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ് ചേർത്തത്. പിന്നെ BNS 79 ഒക്കെ കൂടി ചേർത്തു എന്ന് പറയുന്നു. ഇപ്പോൾ ഇതുവരെ വിധി വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും വളരെ അപകീർത്തികരമായ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തിയെന്നുള്ള ചില വകുപ്പുകൾ അതിനകത്ത് ചേർത്തിരുന്നില്ല. ചേർക്കാത്തത് ഭരണകൂടത്തിൻ്റെ ഒരു കളിയാണോ എന്നുള്ള സംശയം നമുക്കുണ്ട്. കാരണം ചെന്നിത്തലയുടെ പോലീസും അതുപോലെ തന്നെ RSSും ഒക്കെ കൂടി ഒത്തുകളിച്ചുകൊണ്ട് ജാമ്യം കിട്ടിക്കോട്ടെ, അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പരാതി എടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടപടി എടുത്തു എന്ന് വെച്ചാൽ നടപടി എടുത്തു, പക്ഷേ ജാമ്യം കിട്ടിക്കോട്ടെ എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ ധൈര്യം കാണിച്ചപ്പോൾ ആ അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്തതിൻ്റെമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ചോദ്യം, എന്തുകൊണ്ടാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളത് ഉയർന്നു വന്നിരുന്നു. പിന്നെ ജാൻമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ മോശപ്പെട്ടൊരു പരാമർശം നടത്തിയപ്പോൾ ആ പരാമർശത്തിനെതിരെ പിറ്റേ ദിവസം തന്നെ കേസെടുത്തുവെങ്കിൽ ഇതിനെന്താണ് FIR ഇടാത്തത്, കേസിടാത്തത് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പരാതി കിട്ടി 3-ാം ദിവസമാണ് FIR ഇടുന്നത്, പക്ഷേ അതിനുശേഷം അറസ്റ്റ് ചെയ്യാൻ വൈകി. ഇനി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിച്ചു. കാരണം ആ നിയമപ്രകാരം ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട നോട്ടീസ് കൊടുത്തില്ല എന്നുള്ളത് കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഇത്തരത്തിൽ ഒരു സംഘപരിവാർ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് പറയുന്ന തോന്നലുണ്ടാക്കുന്നു. ഇതിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു, നടപടിയെടുത്തു എന്ന് നടപടിയെടുത്തു, എന്നാൽ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടില്ല. അങ്ങനെ പാലിക്കപ്പെടാത്തത് കൊണ്ട് വളരെ കൃത്യമായി ഇന്ന് TG മോഹൻദാസിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. ജാമ്യം കിട്ടിയ അദ്ദേഹത്തിന് എന്നിട്ടും കോടതി ഒരു നിബന്ധന വെച്ചത് 3 ദിവസത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ കണ്ടിന്യൂസ് ആയി ഹാജരാകണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ന് തന്നെ എറണാകുളത്തേക്ക് പോരാൻ കഴിയില്ല, പകരം തിരുവനന്തപുരത്ത് തന്നെ താമസിച്ച് സൈബർ സെല്ലിൽ 3 ദിവസവും അദ്ദേഹം ഹാജരാകണമെന്നാണ്. ഇങ്ങനെ ഹാജരാക്കണമെന്ന നിബന്ധനകളോടുകൂടി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. അദ്ദേഹത്തിന് അസുഖമുണ്ട്, 71 വയസ്സായി, ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിൽ ഈ നടപടിക്രമങ്ങൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പാലിക്കാൻ പറ്റിയില്ല എന്ന് പോലീസ് പറയുന്നതൊക്കെ എത്രത്തോളം കറക്റ്റാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പോലീസിന് ആവശ്യത്തിലധികം സമയം കിട്ടിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എന്നിട്ട് പോലും അവർ നടപടിയെടുക്കാൻ നിരവധി ദിവസങ്ങൾ വൈകി എന്ന് നമുക്കറിയാം. പക്ഷേ ഏറ്റവും ഒടുവിൽ വൈകി നടപടിയെടുത്തപ്പോൾ പോലും നടപടിക്രമങ്ങൾ പാലിക്കാതെയും വളരെ ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചേർക്കാതെയും, അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുകൊണ്ടുള്ള വകുപ്പുകൾ കൃത്യമായി ചേർക്കാതെയും, രൂക്ഷമായിട്ടുള്ള വകുപ്പുകൾ ചേർക്കാതെയും അദ്ദേഹത്തെ സഹായിച്ചതാണോ എന്ന് പറയുന്ന സംശയം നിലനിൽക്കുന്നു. ഞാനിപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംശയം എന്ന് പറയാൻ കാര്യം, ഈ സമയത്ത് പോലും, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും അതിൻ്റെ വിധിപ്പകർപ്പ് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ പ്രകടമായിട്ടുള്ളൊരു കാര്യം, ഇതിൽ ഒളിച്ചു കളിയുണ്ടോ എന്ന് സംശയിക്കാവുന്ന ന്യായമായ സാഹചര്യമാണ് നിലവിലുള്ളത്.